Meet the editors. ചോദ്യം ഇതാണ്, ഭരണവിരുദ്ധ വികാരമോ? സ്മൃതി. ഭരണവിരുദ്ധ വികാരം എന്ന് മാത്രമല്ല, അതിൽ ആന്റി പിണറായി വോട്ട് കൂടിയാണ് അത് പ്രതിഫലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വിജയിക്കുകയായിരുന്നുവെങ്കിൽ പിണറായി വിജയനാണ് വാർത്താ സമ്മേളനം നടത്തുക, പിണറായി വിജയനാണ് തെരഞ്ഞെടുപ്പിന്റെ നേട്ടം അദ്ദേഹത്തിലൂടെ കിട്ടിയെന്നുള്ളതാണ് അവകാശവാദമായി ഉന്നയിക്കുക. അപ്പോൾ പരാജയപ്പെടുമ്പോൾ അതിനൊരു നാഥനില്ല എന്ന രൂപത്തിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഞെട്ടലാണ്. എല്ലാ നേതാക്കളും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി എന്ന രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. എന്തുകൊണ്ട് തോറ്റു എന്നതിലേക്ക് ഒരു പ്രതികരണം നടത്താൻ ആരും തയ്യാറായിട്ടില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. അത് പരിശോധിക്കും എന്ന രൂപത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ആ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു, ഏറിയും കുറഞ്ഞും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അതിനു മുമ്പും ശേഷവും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും ഈ പറഞ്ഞ പുതുപ്പള്ളിയൊക്കെ ഇപ്പോൾ UDF സ്ഥലം എന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ എത്രത്തോളം കൂടുതൽ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മന് കിട്ടിയെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇരട്ടിയുടെ കൂടുതൽ കിട്ടുന്നു. അതിനുശേഷം തൃക്കാക്കരയിൽ ഉമാ തോമസിന് കിട്ടിയത് എത്രത്തോളം വലിയ ഭൂരിപക്ഷമായിരുന്നു. നിലമ്പൂരിൽ കിട്ടിയിരിക്കുന്ന വൻ ഭൂരിപക്ഷം. ചേലക്കരയിലാണെങ്കിൽ LDF കഷ്ടിച്ചാണ് കടന്നുകൂടി. അവർക്ക് നേരത്തെ ഉണ്ടാകും വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു എന്നുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ തരത്തിൽ പോകുന്നു. പാലക്കാടാണെങ്കിൽ 5 ഇരട്ടി വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരുന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ തന്നെ ആന്റി ഇൻകംബൻസി വ്യക്തമാക്കുന്നതായിരുന്നു. അതിനുശേഷം നടന്നിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത്. ഒരു വശത്ത് വികസന നേട്ടങ്ങൾ പറയുന്നു. വികസന നേട്ടങ്ങൾ അതൊരു PR സംവിധാനമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. എതിർ ശബ്ദങ്ങൾ ഉയരുന്നതിനെ ഏത് രൂപത്തിലാണ് പരിഹസിച്ചും അപഹസിച്ചും മുന്നേറിയിട്ടുള്ളത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചോദ്യങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞുവെച്ച പരാജയപ്പെട്ട ഒരു പ്രചാരണ വിഷയമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം എന്നുള്ളത്. അത് ഇത്തവണയും ആവർത്തിക്കുകയായിരുന്നു. നമുക്കറിയാം, മുഖാമുഖം 5 ഇടത്ത് മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ 5 ഇടത്ത് ആ മുഖാമുഖം നടത്തുന്നു. ആ 5 മുഖാമുഖത്തിലും UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഭൂരിപക്ഷ വോട്ടാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഭൂരിപക്ഷ വോട്ട് അതുവഴി കിട്ടുമെന്ന് കരുതി. ജമാഅത്തെ ഇസ്ലാമിയെ പറയുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയോട് താല്പര്യമില്ലാത്ത മറ്റേ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി തങ്ങൾക്ക് കിട്ടുമെന്ന് കരുതി ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം ചെയ്തത്? ഈ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ വോട്ടിൽ അതിൽ വിശ്വസിക്കുന്ന ഭൂരിപക്ഷ വോട്ട് യഥാർത്ഥം എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? അത് പോയിരിക്കുന്നത് BJP-യിലേക്കാണ്. അപ്പോൾ BJP-ക്ക് വഴിവെച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ CPM ആ പ്രചാരണങ്ങളിലൂടെ എന്നുള്ളത് മനസ്സിലാക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ നിൽക്കുന്നത്. അതവിടെ നിൽക്കുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മളെല്ലാവരും തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ നീതി നിഷേധം ഉണ്ടായതും വലിയ തോതിൽ നമ്മൾ ചർച്ച ചെയ്താണ്. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിനപ്പുറം അതെങ്ങനെയാണ് LDF ഏറ്റെടുത്തിരിക്കുന്നത്, CPM ഏറ്റെടുത്തത്. LDF എന്നതിനപ്പുറം CPM അതിനെ എങ്ങനെയാണ് ഏറ്റെടുത്തത്? ഒരു MLA, ഒരു സാധാരണ ഒരു MLA-യുടെ വിഷയം, അതാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന രീതിയിൽ പറയുകയും ഈ പറയുന്ന സ്ത്രീലമ്പടന്മാരെ സംരക്ഷിക്കുന്ന നേതാക്കൾ എന്ന മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് ദിവസം പറയുന്നതൊക്കെ ഏത് രൂപത്തിലാണ് ജനം എടുക്കുക എന്നുള്ളതാണ്. അപ്പുറത്ത് മുതിർന്ന നേതാക്കളായിരുന്നു ആ സ്ഥാനത്ത് ആരോപണം വിധേയരുന്നെങ്കിൽ ചിത്രം മാറും. മുതിർന്ന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾക്കെതിരെയാണ് ആരോപണമെങ്കിൽ ആ ചിത്രം മാറും. പക്ഷെ അങ്ങനെയല്ല, ഒരു MLA-ക്കെതിരെ, അതായത് പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുന്ന ഒരു MLA-ക്കെതിരെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പുറത്തോ ഈ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു നേതാവ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അഴിയെണ്ണുകയാണ്. അപ്പോൾ ജയിലിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നു. ഇതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അത് ഞങ്ങൾ സമയമാകുമ്പോൾ ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ എവിടെയൊക്കെ തിരിച്ചടിച്ചിരിക്കുന്നു? യഥാർത്ഥത്തിൽ ഈഴവ വോട്ട് എല്ലാ കാലത്തും LDF-നെ സഹായിച്ചുകൊണ്ടുള്ള ഈഴവ വോട്ട്, അതിൽ ഭക്തർ കൂടി അടങ്ങിയവരാണെന്ന് മനസ്സിലാക്കണം. ഈ ഭക്തിയില്ലാത്ത സഖാക്കളല്ല, ഭക്തർ കൂടി അടങ്ങിയ ഈഴവ വോട്ട്. അപ്പോൾ അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വന്നപ്പോൾ സഖാവ് എന്നതിനപ്പുറം അവരുടെ വിശ്വാസമാണ് ഏറ്റവും മുകളിലുന്നത്. അങ്ങനെയാണ് കൊല്ലം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈഴവ ബെൽറ്റൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്തും തലസ്ഥാനത്തും അത് സംഭവിച്ചിട്ടുണ്ട്, പലയിടത്തും അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈഴവ വോട്ട് അങ്ങനെ വലിയ തോതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈഴവ വോട്ട് കിട്ടാൻ എന്താണ് CPM ചെയ്തത്? വെള്ളാപ്പള്ളി നടേശനെ കയറൂരി വിട്ടു. വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറഞ്ഞു നടന്നു. ആ വർഗീയത പറഞ്ഞ് നടക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഇദ്ദേഹം പറയുന്നത് തെറ്റാണ്, അത് പറഞ്ഞുകൂടാ എന്ന് നിർത്താൻ ഒരു സമയത്തും പിണറായി വിജയൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിക്കാതിരുന്നപ്പോൾ
അത് മലബാർ ഭാഗത്തേക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി. കാരണം അവിടെ ഒരു മുസ്ലിം, അവിടെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും മുസ്ലിം ക്രിസ്ത്യൻ ബെൽറ്റുകളിൽ വലിയ രീതിയിൽ UDF-ലേക്ക് കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണം ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് എന്ന് പറയുക, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായിരുന്നു. അത് പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വോട്ട് കിട്ടാൻ, നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ വോട്ട് കിട്ടാനുള്ള ശ്രമം ഈ രൂപത്തിൽ നടത്തുകയാണ് ചെയ്തത്. ഇനി നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഈ പറയുന്ന വീടുകൾ തോറും, അത് ശബരിമല പരാജയത്തിന് ശേഷം വീടുകൾ തോറും ഞങ്ങൾക്ക് അതിൽ പിഴവ് പറ്റിയെന്നും വിശ്വാസത്തെ ഹനിച്ച് തെറ്റായി പോയുമെന്നുള്ള പ്രതികരണം നടത്തി. ഇനിയിപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് നടത്താൻ പോകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ തോന്നൽ ഇതാണ്, സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ പത്മകുമാറിനെതിരെ വളരെ വേഗം പാർട്ടി നടപടിയിലേക്ക് പാർട്ടി കടന്നിരിക്കും. അതാണ് മുന്നിലുള്ള നിർവാഹം, അതേയുള്ളൂ നിർവാഹം. അപ്പോൾ അത് ചെയ്തതിനു ശേഷം ഇതുപോലെ തന്നെ ഓരോ സഖാക്കളുടെ വീട്ടിലും ചെന്ന് വിശദീകരിക്കുകയാണോ ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ CPM ആണ് സ്വർണ്ണക്കൊള്ള നടത്തിയതെന്നൊന്നുമല്ല. CPM-ന്റെ കാലത്ത് CPM ഭരിക്കുമ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. അതിനോട് പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവ്, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന ഒരാൾ അതിലെ പ്രതിയായി വരുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതെങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ, തലസ്ഥാനത്തെ ചിത്രം എന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയെ അവിടെ മേയറാക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത് പിന്നീട് എങ്ങനെയാണ് അത് മുന്നോട്ട് പോയത്? ആ മേയർ നന്നായി പ്രവർത്തിക്കുകയായിരുന്നു. മേയർ എങ്ങനെ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് അവിടെ എന്താ പറയുക, കോർപ്പറേഷൻ്റെ ഭാഗമായി തന്നെ ഇരിക്കുന്ന വഞ്ചൂർ ബാബുവിൻ്റെ മകൾ ഗായത്രി ഇന്ന് പ്രതികരിച്ചിരിക്കുകയാണ്, ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. അപ്പോൾ മേയർ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? സാധാരണക്കാരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല, ഒരു കോക്കസ് രൂപീകരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അത് എനിക്ക് ഉറപ്പാണ്, അത് ഗായത്രി ബാബുവിൻ്റെ മാത്രം അഭിപ്രായമല്ല, അത് മുതിർന്ന പല നേതാക്കളുടെയും ആശീർവാദത്തോടു കൂടി നടത്തിയ പ്രതികരണമാണ്. അത് പിന്നീട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും അത് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പൊട്ടിത്തെറിയുടെ തുടക്കമായിട്ട് വേണം അതിനെ കാണാൻ. അതിൽ പടരുകയും ചെയ്യും. ഇനി BJP ശക്തമാകും എന്നുള്ളത് സത്യമാണ്. തിരുവനന്തപുരത്ത് BJP പിടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നിയമം, ഈ രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെയൊക്കെ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി ചെല്ലുകയാണ്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം, അത് നൽകുന്ന ത്രെറ്റ് ചെറുതല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും BJP-യെ സംബന്ധിച്ചും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു ശക്തനായ നേതാവായിരിക്കുന്നു. BJP-ക്കകത്തെ മുതിർന്ന നേതാക്കളുടെ ഭിന്നത രാജീവ് ചന്ദ്രശേഖരനെ എന്താ പറയുക, ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവഗണിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇനിയിപ്പോൾ അത് മാറ്റിവെക്കേണ്ടി വരും. കാരണം ആ വിജയത്തെ അംഗീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. BJP നേരത്തെ ഉറപ്പു നൽകിയിരുന്ന പോലെ നരേന്ദ്രമോദി ഒരു പക്ഷേ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെത്തും. അപ്പോൾ തലസ്ഥാനത്തേക്ക് വലിയ എന്താ പറയുക, സഹായങ്ങൾ, ഫണ്ട് ഒഴുകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ രൂപത്തിലൊക്കെ അത് മാറുകയും ചെയ്യും. അപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ BJP വളർത്തുന്ന ആര് എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ വർഗീയത ഇട്ടുകൊടുത്തുകൊണ്ട് അതപ്പുറത്ത് BJP ഗുണകരമാകുന്ന കാര്യത്തിലേക്ക് പോയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഈ ന്യൂയോർക്ക് മേയറിന്റെ കാര്യം പറയാറുണ്ടല്ലോ. ഈ അമേരിക്കയിൽ ന്യൂയോർക്ക് മേയറുടെ വിജയം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സോഷ്യലിസ്റ്റിന്റെ വിജയമായിട്ടാണ് കണ്ടത്. അങ്ങനെ കാണുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ തരത്തിലുള്ള താരതമ്യം വരുമല്ലോ. തലസ്ഥാനത്ത് പരാജയം സംഭവിക്കുമ്പോൾ ആ തരത്തിലുള്ള താരതമ്യം വരും. ഇനി LDF-നൊപ്പം നിന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തകർച്ച കൂടി പരിശോധിക്കണം. 2020 വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചത് മാണി വിഭാഗം എത്തിയത് തന്നെയാണ്. വലിയ നേട്ടം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. തകർന്നടിയുന്ന കാഴ്ചയാണ് അത്. ഇടുക്കിയിലും കോട്ടയത്തും പാലായിലും തകർന്നു എന്നുള്ളത് വലിയ പാഠമാണ്. അവരെ സംബന്ധിച്ചും ഇനി എന്തൊക്കെ തരത്തിലുള്ള ഇളക്കമുണ്ടാകും? അവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയിരുന്നു. അതിലൊക്കെ ഇനി LDF പുനഃപരിശോധന നടത്തേണ്ടി വരും. അതിൽ CPA കുറച്ചുകൂടി കാര്യങ്ങൾ പറയും. അതാണ് CPA പറഞ്ഞ, ബിനോയ് വിശ്വം പറഞ്ഞ പാഠം പഠിക്കണമെന്ന് പറയുന്നു. പാഠം പഠിച്ച ശേഷം എങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്? വിനയത്തോടു കൂടിയാണോ, ഞങ്ങൾക്ക് ഒരു പരാജയം സംഭവിച്ചു, അതിനുള്ള കാരണങ്ങൾ ഇതാണ്, ഞങ്ങളത് വിശകലനം ചെയ്യും എന്ന രൂപത്തിലാണോ അതിനെ പറയുക എന്നുള്ളതുമാണ്. ഇനി അപ്പുറത്തേക്ക് UDF-ന്റെ കാര്യത്തിൽ വന്നാൽ ഒരു വിജയം, ഈ വിജയം എന്നുള്ളത് കൃത്യമായി നല്ല കഠിന പ്രയത്നത്തിലൂടെ വിജയമാണ്. ജില്ലകളിൽ ഓരോ നേതാക്കൾക്ക് ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രാദേശിക നേതൃത്വം പറയുന്ന പേരുകളിലേക്ക് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് ആണ് തെരഞ്ഞെടുപ്പ് നേരിട്ടിരിക്കുന്നത്. വിമതരൊക്കെ ഉണ്ടായിരുന്നു. വിമതരെ ഒന്നുകിൽ പുറത്താക്കുന്നു, വിമതരെ അനുനയിപ്പിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഈ വിജയം ആ തരത്തിലുള്ള നേട്ടം കൂടിയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം അവർ കാണിക്കുന്നുണ്ട്. ലീഗിനെ സംബന്ധിച്ചും ഒരു ആശങ്കയുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ചില പ്രശ്നങ്ങളിൽ നേതാക്കളുടെ വ്യത്യസ്ത പ്രതികരണങ്ങൾ. പക്ഷേ ഇപ്പോൾ ലീഗിനും നല്ല ആത്മവിശ്വാസം നൽകുന്ന പ്രകടനം കോൺഗ്രസ് കാഴ്ചവെച്ചിരിക്കുന്നു. ഇപ്പോൾ UDF എന്നതിനുപരി കോൺഗ്രസിന്റെ തേരോട്ടം, കോൺഗ്രസിന്റെ വിജയം എന്ന രൂപത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കൊക്കെ ആ രൂപത്തിൽ കടന്നു ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. LDF ഏതായാലും ഈ പരാജയം പ്രതീക്ഷിച്ചില്ല. കുറേ PR വർക്കുകളിലൂടെ അത് മറികടക്കാമെന്ന് കരുതി. ഇനി വേറൊരു കാര്യം കൂടി കേട്ടോ, അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനമൊക്കെ അവിടെ നടത്തുമ്പോൾ ദരിദ്രരായ ആളുകളുണ്ടല്ലോ,
അവർ അതിനെ എങ്ങനെ കണ്ടു എന്നുള്ളതാണ്. അതിദരിദ്രർ, ഞങ്ങൾക്ക് ഇനിയുള്ള സഹായം ലഭിക്കില്ലേ, ഞങ്ങൾ ഇവിടെ ചിത്രത്തിലില്ലേ എന്ന തോന്നൽ അതിദരിദ്രർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അതുകൂടി ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പരാജയം ഭരണവിരുദ്ധ തരംഗമോ എന്നാണ് ചോദ്യം. ജിമ്മി, തൽക്കാലം 5 കോർപ്പറേഷനിൽ നിന്ന് കേരളത്തിലെ ജനത LDFിനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സന്ദേശത്തിൽ അങ്ങനെ കോർപ്പറേഷൻ അങ്ങനെ ഒരു സംശയമേ വേണ്ട. മുനിസിപ്പാലിറ്റിയിൽ 54 നിന്നും, ബ്ലോക്കിൽ 79, ഗ്രാമപഞ്ചായത്തിൽ 525 മുകളിൽ പോകും BJP ചേർക്കുമ്പോൾ. ഇതാണ് പൊതുചിത്രം. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് തദ്ദേശമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണോ, സംസ്ഥാന സർക്കാരുമായുള്ള ഭരണവിരുദ്ധ വികാരമാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ തൽക്കാലം സമഗ്രവും ആധികാരികവും പൂർണ്ണവുമായ ഒരു വിജയം പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ UDF നേടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് ഏറ്റവും വലിയ വിജയമാണോ? ഇന്ന് CPMൻ്റെ ഇത് സംബന്ധിച്ച പരാജയത്തിന് ശേഷം നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ചുള്ള കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അത് 2010 കമ്പയർ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു വലിയ പരാജയമല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള വളരെ കാര്യമായി പറയുന്നത്. 2010 ശേഷം 2 തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, 2015 2020. പക്ഷേ ഒന്ന് ഫാസ്റ്റ് റീവൈൻഡ് അടിച്ച് പുറകോട്ട് പോയിട്ട് നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് 2010 കണക്ക് പറയുന്നു. അതിൽ പറയുന്നത് ഇതൊരു വലിയ പരാജയമേ അല്ല എന്നുള്ളതാണ്. പണ്ട് 2010 6 കോർപ്പറേഷന് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നമുക്ക് 7 ഉണ്ട്. ബ്ലോക്ക് 59 ആയിരുന്നു. കോർപ്പറേഷൻ അല്ല, ജില്ലാ പഞ്ചായത്ത്. സോറി, ജില്ലാ പഞ്ചായത്ത്, ക്ഷമിക്കണം. 8 ഉണ്ടായിരുന്നു, ഇപ്പോൾ 7 ഉള്ളൂ. അല്ല, 6 ഉണ്ടായിരുന്നത് 7 ആയി. ബ്ലോക്ക് 59 77 ആയി. ഏറ്റവും അവസാനത്തത് 77 ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 79 അല്ലേ? അല്ല, 63 ഉള്ളൂ. പ്രസ് റിലീസ് വന്നപ്പോഴത്തേക്കും കുറച്ച് മാറിയതായിരിക്കും. ഗ്രാമപഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ 17 ഉണ്ടായിരുന്നത് 28 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇതാണ് പറയുന്നത്. അതായത് 2010 വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സീറ്റുകൾ കൂടുകയാണ് ചെയ്തത്. പക്ഷേ ഗ്രാമപഞ്ചായത്തിൽ അത് ചിലവാകില്ല. ഗ്രാമപഞ്ചായത്തിൽ 360 ആയിരുന്നു 2010 ഉണ്ടായിരുന്നത്, അത് 340 കുറഞ്ഞത്. അതിന് പക്ഷേ വേറെ ചില കണക്കുകളൊക്കെ പറഞ്ഞ് 70 സീറ്റുകളിലെ ആകെയുള്ള വോട്ട് അതൊക്കെ ചേർത്തിട്ട് വേറൊരു കണക്കൂടെ പറയുന്നുണ്ട്. ഇത് വസ്തുതയാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഇത് വസ്തുത തന്നെയാണ്. ഏറ്റവും വലിയ പരാജയമല്ല. പക്ഷേ CPM മനഃപൂർവ്വം വിട്ടുകളഞ്ഞ ഒരു കാര്യം, BJP ഒരു പ്രധാന ഘടകമായിരുന്നില്ല 2010. 2025 ആകുമ്പോഴേക്കും BJP ഒരു പ്രധാനപ്പെട്ട ഘടകവുമാണ്. BJP ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളിലൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് UDFിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും അതിൻ്റെ ആധികാരികതയും നമുക്ക് ബോധ്യപ്പെടുക. 20% അടുത്തോ അതിനു മുകളിലേക്കോ BJP ഇത്തവണ പോളിംഗ് ശതമാനം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, വോട്ട് ശതമാനം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടുന്ന 15 നിന്നാണ് 2020 അത് 20 കടന്നിരിക്കുന്നു BJP. CPMൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പരിപാടി ഉണ്ടല്ലോ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 4 കാലിൽ വീണതിന് ശേഷമുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പാളി എന്ന് മാത്രമല്ല, ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഗുണം പലയിടത്തും BJP കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കണക്കിന് അത് CPMന് ഗുണമാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ CPMന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ ഏറ്റവും വലിയ ഭയം സീറ്റുകൾ പോയത് മാത്രമായിരുന്നില്ല. CPMൻ്റെ വോട്ട് ബേസ് കാഡർ വോട്ടുകൾ പോയി, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈഴവ വോട്ടുകൾ പോയി എന്നൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതുകൊണ്ടാണ് ഒരു മടിയുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമി SDP ഒരുമിച്ചാണ് പറയുക. ജമാഅത്തെ ഇസ്ലാമി SDP രണ്ടും തമ്മിൽ ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, പക്ഷേ ഒരുമിച്ചേ പറയുള്ളൂ. അങ്ങനെയുള്ളവർക്കെതിരെ RSSനെതിരെ ഒക്കെ പറയുകയും വളരെ വ്യക്തമായി വർഗീയത, മുസ്ലിം വിരുദ്ധത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കയറൂരി വിടുകയും സ്വന്തം കാറിൽ കയറ്റിയിരുത്തുകയും സ്വന്തം വേദിയിൽ കൊണ്ടുവന്ന് പൊന്നാടി അണിയിക്കുകയും ഒക്കെ ചെയ്ത ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഹിന്ദു വോട്ടുകൾ പോകാതിരിക്കാനുള്ള 10 വോട്ടിന് വേണ്ടി, വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ, കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പരിപാടി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചുകൂടെ വ്യക്തമായി നമ്മൾ കണ്ടു. അതിനു മുമ്പുമുണ്ട്, പക്ഷേ അത് വ്യക്തമായി കണ്ടു. അതുകൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടായെന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾ മലപ്പുറം എടുത്ത് നോക്കൂ. മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ്, UDFിൻ്റെ കോട്ടയാണ്. പക്ഷേ വളരെ വലിയ വിജയമാണ് മലപ്പുറത്തുണ്ടായിരിക്കുന്നത്. മുസ്ലിം വോട്ടുകളുടെ ഇതുവരെ ഇല്ലാത്ത ഒരു കൺസോളിഡേഷൻ ഉണ്ടായി എന്നാണ് ഇതിൻ്റെ കണക്കുകൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതേസമയം കാസർഗോഡ് നോക്കൂ, ഇവിടെയൊക്കെ ജില്ലാ പഞ്ചായത്തുകൾ അടക്കം പിടിക്കുകയാണ്. അതേസമയം മറ്റൊരു ന്യൂനപക്ഷമുണ്ട്, കേരളത്തിലെ ക്രിസ്ത്യാനികളും കേരളത്തിലെ മുസ്ലിങ്ങളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും അതുകൊണ്ട് ആ ഒരു ഉടക്കിൻ്റെ ഗുണം കൂടി കിട്ടും എന്നുള്ളതുമായിരുന്നു സോഷ്യൽ എഞ്ചിനീയറിംഗിലെ രണ്ടാമത്തെ ബുദ്ധി. അത് നടന്നില്ല. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൂത്തുവാരി UDF, അവിടെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 2020 വന്നതോടുകൂടി വളരെ വലിയ മേൽക്കൈ
LDF നേടുത്തുന്ന 3 ജില്ലകൾ LDF കൈവിട്ടിരിക്കുന്നു. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ കാര്യമായുള്ള 2 സ്ഥലങ്ങൾ, വടക്കൻ കേരളത്തിലെ മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ കാര്യമായി, കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ കാര്യമായി ഇടതുപക്ഷത്തിന് കാലിടുന്നു, UDF അടിച്ചു കയറുന്നു. അതേസമയം ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായി പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ പഴയ പരമ്പരാഗത സ്ഥലങ്ങളിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ 3 ജില്ലകൾ കൂടാതെ എറണാകുളത്ത് താരതമ്യേന നല്ല രീതിയിൽ ഭരിച്ച ഒരു ഭരണമായിരുന്നു കൊച്ചി കോർപ്പറേഷനിൽ. പക്ഷേ നിലം തൊട്ടില്ല LDF. സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ അതിബുദ്ധിയിൽ സംഭവിച്ചതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഹിന്ദു വോട്ടുകളുടെ കൺസോളിഡേഷനിലേക്ക് പോകുമ്പോൾ മുസ്ലിം വോട്ടുകൾ മാത്രം, അത് പോട്ടെ എന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷേ മുസ്ലിം വോട്ടുകൾ മാത്രമല്ല പോയത്, ക്രിസ്ത്യൻ വോട്ടുകളും LDF കൈവിട്ടിരിക്കുന്നു. എന്നിട്ടോ ഇതിൻ്റെ ഗുണം എങ്ങനെയാണ് വന്നതെന്നുകൂടെ നോക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് CPM അമ്പെ പരാജയപ്പെട്ടുകൊണ്ട് BJP ആണ് അടിച്ചു കയറിയത്. കൊല്ലത്ത് UDF ജയിക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത് BJPയുടെ വളർച്ചയാണ്. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ 2020 വെറും 6 സീറ്റായിരുന്ന BJP 12 സീറ്റായി. ഇനി നമുക്ക് നേരെ കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് 7 സീറ്റുകളുണ്ടായിരുന്ന BJP 13 BJP ജയിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഇടതുപക്ഷത്തിൻ്റെ അക്കൗണ്ടാണ് നമ്മൾ കൂട്ടുന്നതെങ്കിലും കോഴിക്കോട്ടെ കോർപ്പറേഷൻ ഹങ്ങാണ്, അവർക്ക് പൂർണ്ണമായും അവരുടെ കയ്യിലില്ല. ഇതേ സാധനം കൊല്ലത്തുമുണ്ട്. കൊല്ലത്ത് 1 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് കൊല്ലത്ത് ഇപ്പോൾ UDF കേവല ഭൂരിപക്ഷമില്ലാത്തത്. അവിടെയാണ് BJP 6 നിന്ന് 12 സീറ്റ് വർദ്ധിപ്പിച്ചത്. കോഴിക്കോട് മറ്റൊരു കാര്യം കൂടെ പറയാം. CPM ഏതാണ്ട് 12 അവർ രണ്ടാമത്തെ പാർട്ടിയായി വന്നിട്ടുമുണ്ട്. BJP കാര്യമായി പല സ്ഥലങ്ങളിലും അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചില സീറ്റുകൾ പിടിക്കുകയും വ്യക്തമായ ത്രികോണ മത്സരം നടത്തുകയും ചെയ്തു എന്നതുകൂടിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൊല്ലവും കോഴിക്കോടും ഹങ്ങാണ്, ആർക്കും ഭൂരിപക്ഷമില്ല. കൊല്ലത്ത് UDF ജയിക്കേണ്ടതായിരുന്നു, കോഴിക്കോടും LDF ആധികാരികമായ ജയം വരേണ്ടതായിരുന്നു. രണ്ടിടത്തും ഈ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ CPM സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഭരണവിരുദ്ധ വികാരം ചില സ്ഥലങ്ങളിൽ ചിതറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് CPM ഒരു തരത്തിൽ ഗുണമല്ലേ? അതാണ് ബുദ്ധി. ഈ ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോകാനും BJP മുന്നോട്ട് വരാനുമുള്ള ഒരു കാഴ്ചയായി നമ്മളിതിനെ കാണണം. അത് പറയുമ്പോൾ BJP മഹത്തായ പ്രകടനം കാഴ്ചവെച്ചു എന്നൊരു അഭിപ്രായം എനിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ച് തിരുവനന്തപുരത്ത് വൻ വിജയമാണ്. അതേസമയം അവർക്കുണ്ടായിരുന്ന പന്തളം നഗരസഭ പോയി. പാലക്കാട് നഗരസഭയിൽ അവർക്ക് കേവല ഭൂരിപക്ഷമില്ല. പക്ഷേ എറണാകുളത്ത് ഒരു മുനിസിപ്പാലിറ്റി പിടിച്ചിട്ടുണ്ട്. അതല്ല വിഷയം. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും, കണ്ണൂർ കോർപ്പറേഷനിൽ 1 സീറ്റ് ഉണ്ടായിരുന്ന BJP ഇപ്പോൾ 4 സീറ്റിലേക്കാണ് വളർന്നിരിക്കുന്നത്. മലപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ BJP വളരെ ശക്തമായി വരുന്നു. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ചങ്ക് BJP കൂടി നേടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. BJP കേരള ചരിത്രത്തിൽ ആദ്യമായി വളരെ വ്യക്തമായ ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ ഗുണങ്ങളും, ഇതുവരെയുള്ള ത്രികോണ മത്സരം LDF UDF തോൽപ്പിക്കുന്ന ത്രികോണ മത്സരമാണെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾക്കും ജയിക്കാം എന്നുള്ള ഘട്ടത്തിലേക്ക് ത്രികോണ മത്സരത്തിൻ്റെ ഗെയിം തന്നെ മാറ്റിയിരിക്കുകയാണ് BJP. അത് CPM സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വളരെ ശക്തമായ ഹിന്ദു കൺസോളിഡേഷന് വേണ്ടി ശ്രമിച്ച CPM അത് ഒരു ഘട്ടം വരെ നേടുമ്പോൾ പല സ്ഥലത്തും അതിൻ്റെ ഗുണഭോക്താവായി മാറിയത് BJP ആണ്. എങ്ങനെയാണ്? ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ട്, ശരി, അത് നടത്തുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം? ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ട്, അത് ജമാഅത്തെ ഇസ്ലാമിയുമായും മറ്റുള്ളവരുമായി കൂട്ടുകൂടുന്ന UDF ഒഴിവാക്കിയാൽ പിന്നീട് ഭരണവിരുദ്ധമുള്ള ആളുകൾ എവിടെയാണ് വോട്ട് ചെയ്യുക? BJP. ഇത് CPM അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയ ഒരു ഗെയിം പ്ലാനാണ്. സത്യത്തിൽ CPM ആളുകൾ ആശ്വസിക്കുന്ന ദിവസം കൂടിയാണെന്ന്. നമ്മൾ വിചാരിച്ചതുപോലെ വലിയ പരാജയമല്ല ഉണ്ടായിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ BJP കയറി വരുന്നത് ഭരണവിരുദ്ധ വികാര വോട്ടുകളെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ കൊല്ലം സുഖമായി കയ്യിലിരിക്കേണ്ടതാണ്, അങ്ങനെയല്ല സംഭവിച്ചത്. ചുരുക്കത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് കേരളത്തിൽ ആഞ്ഞുവീശി. പൂർണ്ണമായും അതിൻ്റെ ഗുണം ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടാവുക. BJP എന്ന ഒരു ഘടകം അത് സ്പ്ലിറ്റാക്കി പോയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയണം. ഇപ്പോൾ LDF പല സ്ഥലങ്ങളിലും അവർ കിട്ടിയ വോട്ട് എത്ര, അത് നമുക്ക് നിയമസഭയിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് നോക്കിയാൽ അവർക്ക് ഭൂരിപക്ഷം നേടാനുള്ളതുണ്ടോ എന്നുള്ളത് നോക്കണം. അത് വിശദമായി പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശിയ ഒരു തെരഞ്ഞെടുപ്പിൽ BJP ഫാക്ടർ ഉണ്ടായിട്ടും ഹിന്ദു കൺസോളിഡേഷൻ എന്ന് പറയുന്ന സാധനം കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടും UDF തിളക്കമാർന്ന വിജയമാണ് നേടിയത്. 7 ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കുമ്പോൾ അതിൽ കേരളത്തിൻ്റെ മധ്യ കേരളം കൂടെ നിൽക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ കൂടുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, വടക്കോട്ട് പോയാൽ
മുസ്ലിം കൺസോളിഡേഷൻ അതിശക്തമായി നടക്കുന്നു. അത് കാസർഗോഡ് വരെ അവർക്ക് ജില്ലാ പഞ്ചായത്ത് തരുന്നതിലേക്ക് എത്തുന്നു. ഇതാണ് കേരളത്തിൻ്റെ ചിത്രം. ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോയ ഒരു ഘടകം കൂടെ മനസ്സിലെടുത്തു വെച്ച് വേണം ഈ സെമി ഫൈനൽസിലെയും ഇനി വരാൻ പോകുന്ന 3-4 മാസത്തിന് ശേഷമുള്ള ഫൈനൽസ് ആയി നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും കാണണം. CPM അങ്ങ് വല്ലാതെ സങ്കടപ്പെട്ടു പോയി എന്ന് ആരും കരുതരുത്. ഭരണവിരുദ്ധ വികാരമോ എന്നുള്ളതാണ് ചോദ്യം. സുജയ. ഭരണവിരുദ്ധ വികാരമല്ല എന്നിനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഭരണവിരുദ്ധ വികാരമാണ്. ജനം അതിനനുസരിച്ച് വിധി എഴുതുകയും ചെയ്തു. അല്ല, ഭരണവിരുദ്ധ വികാരമല്ല എന്ന് ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഭരണവിരുദ്ധ വികാരമാണ്, നല്ല ഒന്നാന്തരം ഭരണവിരുദ്ധ വികാരമാണ്. കാരണം സർക്കാരിന്റെ ഭരണം വിലയിരുത്തപ്പെട്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി ആക്റ്റീവ് ആക്കാതെ കേരളത്തിൽ BJPയുടെ വളർച്ച തടയാൻ കഴിയില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കേവലം തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, ജിമ്മി സാറ് പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും BJPയുടെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും BJP ഇൻട്രോഡ്സ് ഉണ്ടാക്കി തന്നെ പറഞ്ഞു. കൊല്ലം ഒരു ഉദാഹരണം പറഞ്ഞു, കോഴിക്കോട് മറ്റൊരു ഉദാഹരണം പറയുന്നു. ശരി, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ മുന്നണി ആക്റ്റീവ് ആക്കാൻ പോകുന്നു. അത് സാധാരണഗതിയിൽ ക്രോസ് വോട്ടിംഗ് ഒക്കെ നടത്തുന്നതിനെ കുറിച്ചൊക്കെ നേതാക്കളും അതുപോലെ തന്നെ ചർച്ചകൾ വിശകലനം ചെയ്യുന്ന ആളുകളും ഒക്കെ ക്രോസ് വോട്ടിംഗ് നടത്തിയായാലും നമ്മൾ BJPയെ മാറ്റി നിർത്തണം. ആ അൺടച്ചബിലിറ്റി, ആ തൊട്ടുകൂടായ്മ കേരളത്തിന് BJPയോട് ഇല്ല എന്നുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ക്രോസ് വോട്ടിംഗ് അല്ല, ഇനി ഒന്നിച്ചുള്ള ഭരണമായിരിക്കും. പാലക്കാട് നഗരസഭയിൽ അങ്ങനെ ആയിരിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിലും ഒരുപക്ഷെ അങ്ങനെ തന്നെയായിരിക്കും. പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും BJP അല്ലെങ്കിൽ NDA അവരൊറ്റയ്ക്ക് തന്നെയായിരിക്കും. അല്ലാതെ തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കെതിരെയാണോ മത്സരിച്ചത് അവരുടെ കൂടെ കൂടി ഭരണം പിടിക്കാൻ പോകുന്നില്ല. പാലക്കാട് നഗരസഭയിൽ ആയാലും പാലക്കാട് നഗരസഭയിൽ 3-ാം ഊഴത്തിലും ഒറ്റക്കക്ഷിയായി വരികയാണ്. ഇത്തവണ കേവല ഭൂരിപക്ഷം കിട്ടിയില്ല, അതൊരു ഫാക്റ്റാണ്. 2 ടേമായിട്ട് ഭരിച്ചു വരുമ്പോൾ ആ ഭരണത്തിനെതിരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കൗൺസിലർമാർക്കെതിരെ ഉണ്ടായിട്ടുള്ള എതിർവികാരങ്ങളും അവിടെ ഘടകമായിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. യാഥാർത്ഥ്യബോധത്തോടു കൂടി വേണമല്ലോ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണാൻ. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായത് ആരാണ്, എങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു 70-30 എന്ന രീതിയിലാണ് അത് ഡിവൈഡ് ആയിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. 70% ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം കിട്ടിയത് UDF-നാണ്. കാരണം കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്ന UDF ആണ്. നിയമസഭയിൽ പ്രതിപക്ഷമായി ഇരിക്കുന്നത് UDF ആണ്. അതുകൊണ്ട് തന്നെ UDF-ന് കൃത്യമായ ഒരു വിജയത്തിലേക്ക് അവർ അധ്വാനിച്ച് അവർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും വലിയൊരു വിജയത്തിലേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്തവണ ഒരു തിരിച്ചുവരവിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മാൻഡേറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇതുപോലൊരു വിജയം, ഇങ്ങനൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി UDF ഇത്രയും അവരുടെ ഒരു കാൽക്കുലേഷനിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ കൃത്യമായി പറഞ്ഞേനെ. എനിക്ക് തോന്നുന്നു കോർപ്പറേഷന്റെ കാര്യത്തിൽ VD സതീശൻ ഒരു മുന്നോട്ട് വെച്ചിരുന്നു 4 എണ്ണം എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു. പക്ഷേ അസേർട്ടീവായിട്ട് നേതാക്കളൊന്നും കൃത്യമായി ഇത്ര കോർപ്പറേഷൻ പിടിക്കും അങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും മുഴക്കുന്നത് നമ്മൾ ഈ വോട്ടെണ്ണുന്ന ഇന്നത്തെ ദിവസം വരെ നമ്മൾ കണ്ടില്ല. പക്ഷേ അവരർഹിക്കുന്ന ഒരു വിജയമാണ്. UDF-ന്റെ ഒരു തിരിച്ചുവരവാണ്. അപ്പോൾ ഞാൻ UDF-നെ അതിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവരുടെ ഒരു തിരിച്ചുവരവാണ്. നമ്മൾ അല്ലാതെ UDF-ന് വേറെ ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ കിട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ജയിച്ചു വന്നു എന്നൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇത്രയും വിജയങ്ങൾ സംഭവിക്കുമ്പോഴും നാഷണൽ ബിഗ് ഹെഡ്ലൈൻ ഏതാണ്, അല്ലെങ്കിൽ നാളത്തെ പത്രങ്ങളിലെ എല്ലാം പ്രധാന തലക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ NDAയുടെ മിന്നും വിജയമാണ്. അത് തലസ്ഥാനമാണ്, ഭരണസിരാ കേന്ദ്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും നവകേരള സദസ്സും യാത്രയും ഒക്കെ നടത്തിയ എല്ലാ മന്ത്രിമാരും ഇരിക്കുന്ന തിരുവനന്തപുരം BJP പിടിച്ചിരിക്കുന്നു. അതായത് തല ഇങ്ങെടുത്തു, ഉടലിൽ പലയിടത്തും സാന്നിധ്യവുമുണ്ട്. അപ്പോൾ തല പിടിച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരുന്നതിന്, ഉടലിലേക്ക് വരുന്നതിന് അധികം സമയം വേണ്ടിവരില്ല. അതിനുള്ള കൃത്യമായിട്ടുള്ള സാധ്യതകൾ തുറന്നിട്ടിട്ടുമുണ്ട് പലയിടങ്ങളിലും. അതായത് മുനിസിപ്പാലിറ്റികളിൽ, അതുപോലെ തന്നെ കോർപ്പറേഷനുകളിൽ, ആ കണക്കുകളിലേക്ക് ഞാൻ വരാം, കോർപ്പറേഷനുകളിൽ, പഞ്ചായത്തുകളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ എല്ലായിടത്തും വോട്ട് കൂട്ടിയിട്ടുണ്ട്. ആ വോട്ട് കൂട്ടിയത് എത്രയാണ്, എത്ര ശതമാനത്തിലേക്ക് എത്തി, റഫ്ലി 20% അടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ കണക്കുകൾ രാവിലെയോടുകൂടി ആ പാർട്ടി പുറത്തുവിടുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എല്ലാ പാർട്ടികളും ആ കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ BJPയുടെ തിരുവനന്തപുരം വിജയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം വിജയത്തിൽ 50, 29, 19 2 സ്വതന്ത്രന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. കണ്ണമൂലയിൽ പാറ്റൂർ രാധാകൃഷ്ണനും പൗണ്ട് കടവിൽ സുധീഷ് കുമാർ. സുധീഷ് UDF വിമതനാണ്. 6 മാസത്തിനുള്ളിൽ ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ പിന്തുണ മതി എന്ന്, അതായത് ഭരണം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഇന്ത്യ മുന്നണി ഒന്നിച്ചങ്ങ് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണി ഒന്നിക്കുന്നത് നല്ലതാണ്. കാരണം ക്രോസ് വോട്ടിംഗ് ആയിരുന്നു. അതിപ്പോൾ ഭരണത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണോ NDAക്ക് വോട്ട് ചെയ്യണോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തീരുമാനിച്ചാൽ മതിയല്ലോ. ഇത്രയും കാലം ഒളിച്ചു ചെയ്തിരുന്നത് ഇനിയിപ്പോൾ വെളിച്ചത്ത് ചെയ്യാൻ പോകുന്നു. BJPയെ മാറ്റി നിർത്താനുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് എടുക്കേണ്ട തീരുമാനം അവർക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ വോട്ടുകൾ ഡിവൈഡ് ചെയ്ത് പോവുകയുമില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച വിഴിഞ്ഞത്തെ ഫലം അതെങ്ങനെയാകും എന്നതും തിരുവനന്തപുരത്ത് നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ പെൻഷൻ തുക ഉയർത്തിയതും ക്ഷേമ പ്രഖ്യാപനങ്ങളും, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒക്ടോബർ അവസാനം നവംബർ ആദ്യവാരം ഏറ്റവും കൂടുതൽ ചർച്ചയായത് ആ വിഷയങ്ങളൊക്കെയാണ്. അതൊന്നും ജനങ്ങൾ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അത് വന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ
വേദിയിൽ ഇരിക്കുമ്പോൾ പലവട്ടവും ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. ഭരണവിരുദ്ധ വികാരമില്ല, തുടർ ഭരണത്തിലേക്ക് പോകുന്നതിന് അനുകൂലമാകുന്നത് ഈ ക്ഷേമ പ്രവർത്തനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളാകും. ഒരു വീട്ടിലേക്ക് എനിക്ക് ഇപ്പോഴും ഇന്നലെ കേട്ടതുപോലെ ഓർമ്മയുണ്ട്, ഡോക്ടർ അരുണൊക്കെ ഈ 3600, 2000 പ്ലസ് പിന്നെ ഓരോരുത്തർക്കും 1000 കിട്ടുന്നത്, അങ്ങനെ ഒരു വീട്ടിൽ ഇപ്പോൾ ഈ പെൻഷൻ കിട്ടുന്ന 2-3 പേർ പല കാറ്റഗറിയിലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തുകയെല്ലാം കിട്ടുന്ന ഒരു വീട്ടിൽ ഉറപ്പായും അത് LDF സർക്കാരിനൊപ്പം ആയിരിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്തോ ആ ഉറപ്പ് പോലെ അല്ല നമ്മൾ കാര്യങ്ങൾ കാണുന്നത് എന്നതാണ് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഓർഗനൈസേഷണൽ റൂട്ട് ബേസ് അത് LDFന് CPIMന് ഇളകിയിട്ടുണ്ടോ, CPIക്ക് ഇളകിയിട്ടുണ്ടോ, അത് ആ പാർട്ടികൾ പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം അവരുടെ സംഘടനാ അടിത്തറയിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളൽ വീഴ്ത്താൻ UDFനോ അല്ലെങ്കിൽ BJPക്കോ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം അവരുടെ സ്ട്രോങ് ഹോൾഡ്സിലേക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ സീറ്റുകളൊക്കെ വന്നിരിക്കുന്നത്. LDFന്റെ അല്ലെങ്കിൽ CPIMന്റെ സിറ്റിംഗ് സീറ്റുകൾ BJP പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ ഉറച്ചു നിന്നിരിക്കുന്ന കേഡർ വോട്ടുകളെന്ന് പാർട്ടി കണക്ക് കൂട്ടി വെച്ചിരുന്ന, അതായത് ഓരോ വോട്ടെടുപ്പും കഴിയുമ്പോൾ പാർട്ടിക്ക് ഒരു കണക്കുണ്ടാകും, ഈ വാർഡിൽ ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഞങ്ങൾ ജയിക്കും, അങ്ങനെ കണക്ക് കൂട്ടി വെച്ചിരുന്നത് കൂടി BJP കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അടിത്തറ ഇളകിയിട്ടുണ്ട്, അടിത്തറ അടിവേര് മാന്തിയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. അത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കുക എന്നതാണ് CPIM എന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് മുന്നിൽ LDF എന്ന സംവിധാനത്തിന് മുന്നിൽ ബാക്കിയുള്ളത്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമാകില്ല, അതൊന്നും ഒരു ഇഷ്യൂ അല്ല എന്ന രീതിയിലായിരുന്നു ചർച്ചകൾ പോയിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് UDFനും അതുപോലെ തന്നെ BJPക്കും കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. CPIM നേതാക്കളുടെ ജയിൽവാസവും സർക്കാരിൻ്റെ സ്റ്റാൻഡും ദേവസ്വം ബോർഡിനെ കുറിച്ച് പുറത്തു വന്ന കാര്യങ്ങളും സ്വർണം ചെമ്പാക്കി മാറ്റിയതും അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തുറന്നുവിട്ട ആ ഒരു ഭൂതം അത് വലിയ രീതിയിൽ വിളങ്ങിയിരിക്കുന്നത് സർക്കാരിനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തന്നെയാണ്. അത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ജനങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അവർ കടക്ക് പുറത്തെന്ന് പറഞ്ഞത്. ഇനി CPIയുടെ പെർഫോമൻസ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ പെർഫോമൻസ് അതൊന്നും അപ് ടു ദ മാർക്ക് ആയിട്ടില്ല എന്നതാണ്. അവർ മത്സരിച്ച ഇടങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ഇടങ്ങളിലൊക്കെ വലിയ പരാജയമാണ്. കേരള കോൺഗ്രസ് എമ്മിനൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജോസ് കെ മാണിയൊക്കെ ഇരുന്നൊന്ന് ആലോചിക്കണം, റോഷി അഗസ്റ്റിനൊക്കെ ഇരുന്നൊന്ന് ആലോചിച്ച് പരിഹരിക്കണം. കാരണം കടുത്തുരുത്തിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന പരാജയം എന്ന് പറയുന്നത് വലിയ പരാജയമാണ്. അതുപോലെ തന്നെ പാല മാണി സാർ പോയതോടുകൂടി മൊത്തത്തിലങ്ങ് വിട്ടോന്നറിയില്ല. എന്തായാലും മൊത്തത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പരാജയങ്ങളൊക്കെ കേരള കോൺഗ്രസ് ഒന്ന് മനസ്സിലാക്കി തിരുത്തുന്നത് നന്നായിരിക്കും. ഇനിയുമുണ്ട് 3.5 മാസം സമയം. ആലപ്പുഴയിലും കൊല്ലത്തും CPIMനുണ്ടായ ലോസ് എന്ന് പറയുന്നത്, ആ നഷ്ടമെന്ന് പറയുന്നത് നമുക്ക് അത് കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഒരു വിഷമം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു നഷ്ടമാണ്. എന്ത് പറ്റിയോ എന്തോ മൊത്തത്തിൽ അങ്ങ് പോയി, എല്ലാം പോയി എന്നുള്ള മട്ടിലാണ് കൊല്ലവും ആലപ്പുഴയും നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIMന് 2010 കമ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇത്രയും ദയനീയ തോൽവി ആദ്യമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലത്തടക്കം ഇത്രയും വലിയൊരു തോൽവി ഉണ്ടാകുന്നത്, കോർപ്പറേഷനുകളൊക്കെ ഇത്രയും അങ്ങ് കയ്യിൽ നിന്ന് പോകുന്നത് ഒക്കെ ആദ്യമായിട്ട് തന്നെയാണ്. മാത്രമല്ല NDA അക്കൗണ്ട് തുറക്കുകയും NDA BJP കൃത്യമായി പലയിടങ്ങളിലും കടന്നു കയറുകയും ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വരാം. NDA 4 സീറ്റുകളിൽ പള്ളിക്കുന്ന്, കോക്കൻപാറ, തളാപ്പ്, തുളിച്ചേരി ഇതെല്ലാം അടുത്തടുത്തുള്ള വാർഡുകളാണ്. അപ്പോൾ അവിടെ ഒരു ബെൽറ്റ് രൂപപ്പെട്ടിട്ടുണ്ടെന്നേ അത് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ തിരിച്ചറിയണം. അവിടെ ഒരു വോട്ട് ബാങ്കായി തന്നെ അത് മാറുകയാണ്. നെയ്ബറിംഗ് വാർഡ്സ് ആണ് ഈ 4 എണ്ണവും കണ്ണൂർ കോർപ്പറേഷൻ NDA പിടിച്ചിരിക്കുന്നത്. അപ്പോൾ LDFന് തോൽവി ഒരുക്കിയിരിക്കുന്നത് പലയിടങ്ങളിലും ഈ BJP ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കല്യാശ്ശേരി, പെരളശ്ശേരി പഞ്ചായത്തുകളൊക്കെ നൽകുന്ന സൂചന ഉറപ്പെന്ന് വിചാരിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ പലരും കടന്നു കയറുന്നുണ്ട് എന്നതാണ്. അത് ചിലയിടങ്ങളിൽ കോൺഗ്രസ് ആണ്, ചിലയിടങ്ങളിൽ BJP ആണ് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ വോട്ട് കൺസോളിഡേഷൻ അവർ കൃത്യമായി അത് ചെയ്തിട്ടുണ്ട്. അതിലവരെ അഭിനന്ദിക്കണം. മലപ്പുറത്തൊക്കെ ഗംഭീര വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അത് UDF സംവിധാനം ഇതുവരെ ഇല്ലാത്ത ഒരു കെട്ടുറപ്പോടുകൂടി വടക്കൻ കേരളത്തിൽ നിന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്ന വിജയമാണ്. വയനാട്ടിലൊക്കെ ചില പ്രതീക്ഷിച്ചിരുന്ന സീറ്റുകളൊക്കെ പോയിട്ടുണ്ട്, പ്രമുഖർക്ക് തോൽവിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ സാധ്യമാണ് എന്നൊരു സന്ദേശം ആ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പഞ്ചായത്തുകളിൽ 26 പഞ്ചായത്തുകളിലേക്ക് അടക്കം 1900-ലധികം, പൂർണ്ണമായ കണക്ക് വരണം, 1900-ലധികം വാർഡുകൾ ഇതിനകം തന്നെ BJPക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കോർപ്പറേഷൻ പോലും ഇല്ലാതിരുന്ന ഇടത്ത് നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ, അതുപോലെ തന്നെ 13 മുനിസിപ്പാലിറ്റികളിൽ രണ്ടാമതും, പാലക്കാട്, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറിയിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷനിൽ 6-ൽ നിന്ന് 12 ഡിവിഷനുകളിലേക്ക്, കണ്ണൂർ കോർപ്പറേഷനിൽ 1 ഡിവിഷനിൽ നിന്ന് 4-ലേക്ക്, കോഴിക്കോട്ട് 7-ൽ നിന്ന് 13-ലേക്ക്, തൃശ്ശൂരിൽ 6-ൽ നിന്ന് 8-ലേക്ക് എല്ലായിടത്തും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത് പലരുടെയും സിറ്റിംഗ് സീറ്റുകളാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു പാർട്ടി വളരുന്നത് തന്നെ. അപ്പോൾ ആ ഒരു വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ തോൽവി CPIM മുൻകൂട്ടി കണ്ടിരുന്നോ എന്നൊരു സംശയം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം വലിയ ഞെട്ടലൊന്നും പലർക്കും കാണുന്നില്ല. അപ്പോൾ തോൽവി മുൻകൂട്ടി കണ്ടിട്ടും മിണ്ടാതിരുന്നതാണോ എന്നും അറിയില്ല. അപ്പോൾ എക്സിറ്റ് മോഡിലേക്ക് പോകാതിരിക്കാൻ CPIMും LDFും ഒക്കെ ഇനി ആഞ്ഞു പണിയെടുക്കണം. 3.5 മാസം മുന്നിലുണ്ട്. അപ്പോൾ 100 ഡേയ്സ് പ്ലാൻ ഒക്കെ ഉണ്ടാക്കി ഗംഭീരമായ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു തുടർ ഭരണം അതിനുള്ള സാധ്യത മുന്നിലുണ്ട്. അപ്പോൾ ആലസ്യമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തിരിച്ചു വരാം. അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ ആകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. നമ്മൾ ആരെയും തള്ളിക്കളയേണ്ടതില്ല. അപ്പോൾ ഈ ഐത്തവും അൺടച്ചബിലിറ്റിയും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതൊന്നും കേരളത്തിൽ ഇപ്പോൾ ഇല്ല BJPയോട് എന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഈ ജനവിധിയോടെ എന്ന് ഞാൻ കരുതുകയാണ്. സുജയ, അപ്പോൾ ഭരിച്ചിരുന്ന പന്തളത്ത് എന്ത് സംഭവിച്ചു, പാലക്കാട് എന്ത് സംഭവിച്ചു? 2 മുനിസിപ്പാലിറ്റിയാണ് BJP ഭരിച്ചിരുന്നത്. 2 അധികാരത്തിൽ തുടരാൻ സാധിച്ചില്ല.
ഇത്രയും കോർപ്പറേഷനുകളിൽ അധികാരത്തിലിരുന്ന LDF പോയതിൽ സങ്കടമില്ലാതെ പാലക്കാടിനെ കുറിച്ചും പന്തളത്തെ കുറിച്ചും പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനൊന്ന് ഉത്തരം പറഞ്ഞു. വളർച്ചയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ചോദിച്ചത്. അധികാരത്തിലിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും നിർണായകമായ 2 മുനിസിപ്പാലിറ്റി BJP കൈവിട്ടു. 5 കോർപ്പറേഷനുകളിൽ നഷ്ടമായതിന്റെ അത്രയും വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. അവിടെ ഇന്ത്യ മുന്നണി എന്താണ് എന്നുള്ളത് കേരളം കാണാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് എത്താൻ UDF കഴിഞ്ഞിട്ടില്ല. പന്തളത്താണെങ്കിൽ പന്തളം നഗരസഭയിൽ LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനാണ് സാധിച്ചിരിക്കുന്നത്, അല്ലാതെ ഭരണത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പന്തളത്തേത് തോൽവിയാണ്. പന്തളത്ത് ഉണ്ടായിരിക്കുന്നത് തോൽവിയാണ്. അത് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള 4 വാർഡുകളിലെങ്കിലും അവിടെ ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പ്രാദേശികമായി പറയുന്നത്. അതേക്കുറിച്ചൊക്കെയുള്ള വിലയിരുത്തലുകൾ ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരണം. എന്തായാലും തോൽവിയാണ്, പക്ഷേ വിജയമാണ്. ആ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ശരി, ഭരണവിരുദ്ധ തരംഗമോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ, കോൺഗ്രസിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു മിന്നും വിജയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDF കേരളത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ വിജയം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷന് ഗുണം ചെയ്യില്ലയോ എന്ന് ചോദിച്ചാൽ അതിനൊരു കണക്ക് ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ 6568 പഞ്ചായത്ത് വാർഡുകളാണ് LDF കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം കിട്ടിയത് 6568ആണ്. 8021 വാർഡാണ് UDF കിട്ടിയത്. 2128 വാർഡിൻ്റെ അധികം കിട്ടിയിട്ടുണ്ട്. പക്ഷേ LDF എത്ര വാർഡ് കുറഞ്ഞു എന്നറിയോ? 694 വാർഡേ കുറഞ്ഞിട്ടുള്ളൂ. 664. അതിനകത്ത് കാരണം ഞാൻ പറയാം. പഞ്ചായത്തിൽ 64 പഞ്ചായത്ത് ടൈയാണ്. അപ്പോൾ ഇപ്പം 341 പ്ലസ് 64 കൂട്ടിയാൽ എത്രയായി? 405ആയി. 2 സീറ്റിന് ജയിച്ച വാർഡ് എത്രയാണെന്നറിയോ? 100 മേലെയാണ്. 2 സീറ്റ് 2 വാർഡുകളിൽ മാത്രം 2 വാർഡുകൾ മാത്രം ജയിച്ച സ്ഥലം 100 മേലെയാണ്. അപ്പോൾ വലിയ വിജയം എന്ന് പറഞ്ഞാൽ ചില പഞ്ചായത്ത് എണ്ണം നോക്കുമ്പോൾ 500 504 എന്തെങ്കിലും വരുമെങ്കിലും, പക്ഷേ വാർഡുകളുടെ എണ്ണം നോക്കിയിട്ട് ആകെ 694 വാർഡിൻ്റെ കുറവേ ആർക്ക് LDF സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ പറയാം, NDA കാര്യം പറഞ്ഞാൽ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ജയിച്ച് 1299 സീറ്റാണ് ഇപ്രാവശ്യം കിട്ടിയത്. ഇപ്രാവശ്യം NDA കിട്ടിയെന്നറിയോ? 1447 പഞ്ചായത്തെ NDA ഏത് വാർഡുകളെ NDA കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 265 വാർഡിൻ്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ഗ്രാമപഞ്ചായത്ത് മാത്രം. മറ്റിലേക്ക് ഞാൻ വരാം. ബ്ലോക്ക് പഞ്ചായത്ത് നോക്കിയേ. ബ്ലോക്ക് പഞ്ചായത്ത് 923 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. ആർക്ക്? LDF 1241. 514 ബ്ലോക്ക് പഞ്ചായത്തിൽ 514 കൂടുതൽ UDF കിട്ടിയിട്ടുണ്ട്. NDA കിട്ടിയത് ആകെ 54ആണ്. 17 നിന്ന് 54ആയി. പക്ഷേ അവിടെ അതേഴ്സ് ഇൻഡിപെൻഡൻ്റ് എത്രയുണ്ടെന്ന് അറിയോ? 49 ഇൻഡിപെൻഡൻ്റ് ഉണ്ട്. സാധാരണ ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യുന്ന 49 അടുത്ത് തന്നെയാണ് നിൽക്കുന്ന ആര്? അല്ല, ആയിക്കോട്ടെ, ഇൻഡിപെൻഡൻ്റ് പറയുമ്പോൾ ആയിക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് 64 വാർഡിൽ 64 പഞ്ചായത്ത് ടൈയാണ്. 64 പഞ്ചായത്ത് ചെറിയ കണക്കല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് LDF സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ടോ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ എന്ന് ചോദിച്ചാൽ വലിയ തകർച്ച സംഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഉദാഹരണം നാളെ രാവിലെ വേണമെങ്കിൽ പറയാം. കാരണം എന്തുകൊണ്ടാ, എത്ര % വോട്ട് BJP കിട്ടിയിട്ടുണ്ട്, എത്ര % വോട്ട് UDF കിട്ടിയിട്ട്, എത്ര % വോട്ട് LDF കിട്ടി എന്ന് ചോദിച്ചാൽ അതൊക്കെ താരതമ്യം ചെയ്താൽ അത് മനസ്സിലാവും നമുക്ക്. പിന്നെ നമ്മൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുക എന്ന് പറയുന്ന സംവിധാനം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ BJPക്ക് വലിയ രീതിയിൽ മുന്നേറ്റം വന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ത്രികോണ മത്സരം നടന്നു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എപ്പോഴും ഇന്ത്യ മുന്നണി പറയുമെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ആശയം എന്താണ്? BJP ഇതര സംവിധാനങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ആശയം, അല്ലേ? അപ്പോൾ ആ ഇന്ത്യ മുന്നണിയുടെ ആശയത്തെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? 2 ഭാഗങ്ങളായി തിരിയും. അത് UDF നിങ്ങൾ UDF വലിയ മുന്നേറ്റം തിരുവനന്തപുരത്ത് കണ്ടു. UDF മുന്നേറ്റം കാണുമ്പോൾ LDF കുറയും. കാരണം മൊത്തം കിട്ടേണ്ട വോട്ട് BJP ഇതര വോട്ടുകൾ 2ആയി സ്പ്ലിറ്റ് ചെയ്താൽ BJP മുന്നോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 20 വാർഡിന് അടുത്ത് എത്ര വ്യത്യാസം അറിയോ? 100 വോട്ടിൽ മേലെ മാത്രമേ BJP 20 വാർഡിൽ 100 വോട്ടിന് മേലേ ഉള്ളൂ. മനസ്സിലായോ? 1-2 വാർഡിൽ 100 150 വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയാൻ നമുക്ക് പറയാം. പക്ഷേ 20 വാർഡിൽ 100 വ്യത്യാസമാണ്. അപ്പോൾ വിജയം നോക്കിക്കഴിയുമ്പോൾ BJP നിസാര വോട്ടിന് തോറ്റു സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വലിയ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഞ്ചായത്തിൻ്റെ എണ്ണം 504 എന്ന് പറയുമ്പോൾ വലിയ വിജയമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ, 50 സീറ്റ് പിടിച്ചില്ലേ എന്ന് ചോദിച്ചാൽ വലിയ വിജയമാണ്. പക്ഷേ എന്താണ്, വോട്ടിംഗ് പെർസെൻറ്റേജും എണ്ണവും നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. പെർസെൻറ്റേജ് വരട്ടെ, ഞാൻ പറയാം, നാളെ അറിയാമല്ലോ. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറയുന്നത് ഇത് നിയമസഭാ ഇലക്ഷനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതല്ലേ. ബാധിക്കുമെന്ന് പറഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ അങ്ങനെയല്ല. നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ക്രൈറ്റീരിയേ അല്ല വരുന്നത്, അല്ലേ? നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനുകളുടെ പ്രത്യേകത എന്താ? പഞ്ചായത്ത് ഇലക്ഷൻ്റെ പ്രത്യേകിച്ച് ആളെ നോക്കിയിട്ടാണ് കൂടുതൽ. ഇപ്പോൾ പിണറായി വിജയൻ സ്വർണ്ണം കടത്തിയോ, അല്ലെങ്കിൽ പിണറായി വിജയൻ സ്വർണ്ണ
കൊള്ളയ്ക്കെതിരെ വന്നിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആൾ വോട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വലിയ കൊള്ള നടന്നു എന്ന് വിചാരിച്ചിട്ടല്ല വോട്ട് ചെയ്യുന്നത് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ, അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാവണമെങ്കിൽ ഒരു 4000-4500 വോട്ട് പഞ്ചായത്തിൻ്റെങ്കിലും വ്യത്യാസം വരണമായിരുന്നു. ഇതാകെ CPM-ൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടത് 694 വാർഡുകൾ മാത്രമേ ഉള്ളൂ. വലിയ അത് 1000 വാർഡിന് മേലെ പോലും CPM-ൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത് 64 പഞ്ചായത്ത് ടൈ ആയി എന്ന് കണക്കാക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ എന്ത് വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം. 2 വാർഡിൽ 2 പഞ്ചായത്തിന് മേലെ കൂടുതൽ ജയിച്ചത് എത്രയുണ്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ഈ 100 പഞ്ചായത്തിലധികം ഈ 2 വോട്ടിന് ജയിച്ച ആൾക്കാരാണ് ഉള്ളത് എന്ന് മനസ്സിലാവും. ഇത് വലിയ, പക്ഷേ എണ്ണം നോക്കുമ്പോൾ ശരിയാണ്, UDF-ൽ വലിയ മുന്നേറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നാളെ പറഞ്ഞത്, നാളെ നിങ്ങൾക്ക് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങൾ വോട്ടിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾ BJP വലിയ രീതിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 2011 അതെ 15 അല്ല ഞാൻ അത് നോക്കിക്കോളൂ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അത്രയും വോട്ടിംഗ് ഗ്രോത്ത് ഉണ്ടാവോ ഇല്ലയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്താ നമ്മൾ വിജയത്തെ അതല്ല വിജയത്തെ നമ്മൾ വിജയമായി കാണണം. ഒരു വോട്ടിന് ജയിച്ച ആളും വിജയി തന്നെയാണ്. അത് ഓരോ വോട്ടിന് ജയിച്ച ആൾ നമ്മൾ വിജയി അല്ല എന്ന് പറയാം. 504 വോട്ടിൽ കോൺഗ്രസിനെ പോലെ നമ്മൾ വലിയ രീതിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ജയിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ എന്താണ് 504 വോട്ടിലേക്ക് അല്ല 504 പഞ്ചായത്തുകളിലേക്ക് ജയിച്ചു കയറുക എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല, അത് വലിയ വിജയം തന്നെയാണ്. പക്ഷേ നിയമസഭയിലേക്ക് ബാധിക്കുകയോ ഇല്ലയോ എന്ന് നോക്കിയ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വോട്ട് വ്യത്യാസം അല്ല അത് നാളെ അറിയാം, നിങ്ങൾ നോക്കിക്കോളൂ. നാളെ നിങ്ങൾ വോട്ടിംഗ് പെർസെൻറ്റേജ് വ്യത്യാസം വരുമ്പോൾ നിങ്ങൾക്ക് ഏത് വോട്ട് എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കാം. അല്ല ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് K. മുരളീധരൻ കോൺഗ്രസിന്റെ വലിയ ശക്തിയായ മത്സരം കാഴ്ചവെച്ചു. ശക്തമായി മത്സരം കാഴ്ചവെക്കുന്ന സമയത്ത് നമ്മൾ ഈ മീഡിയേറ്റേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഗുണം ചെയ്യാൻ പോകുന്നത് BJP-ക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? BJP ഇതര വോട്ടുകളെല്ലാം സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും BJP-ക്ക് കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിക്ക് കേരളത്തിന് മാത്രമല്ലോ, കേരളം പുറത്തും എങ്ങനെയാണ് ഇന്ത്യ BJP തിരുവനന്തപുരത്ത് ഫാക്ടർ അല്ല, BJP ഫാക്ടറാണല്ലോ. അതുകൊണ്ടല്ലേ 35 സീറ്റിൽ ജയിച്ചിട്ടുള്ളത്. പക്ഷേ BJP-ക്ക് അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസ് CPM-ഉം കോൺഗ്രസും, എന്നാൽ BJP ഇതര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നുള്ളത് മാത്രമാണ്. ഇനി ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിച്ചാൽ മതി, വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചെങ്കിൽ ജില്ലാ പഞ്ചായത്ത് 8-ലേക്കോ 9-ലേക്കോ പോയേനെ. ഇപ്പോൾ 7 സുഖമായി തിരിച്ചു വരാൻ പറ്റും. എന്താ ചില കാര്യങ്ങൾ ചെയ്യണം. 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം കൺസോൾട്ടേഷൻ വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. അത് മലബാർ ഏരിയയിലേക്ക് നല്ല രീതിയിൽ ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അല്ലല്ല പറയട്ടെ, അത് നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ തിരുത്താൻ CPM-നോ ഇടതുപക്ഷത്തിനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളല്ല, അത് തിരുത്തണം. അതിനുവേണ്ടിയുള്ള 3-3.5 മാസം സമയമുള്ളത്. കോൺഗ്രസ് ഇപ്പം ഞാൻ പറയാം CPM തെറ്റുപറ്റി, അയ്യോ CPM-ന് ഒരു തെറ്റും പറ്റിയിട്ടില്ല, അതാണ് ഇടതുമുന്നണിക്ക് ഒരു തെറ്റും പറ്റിയില്ല പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്താ അറിയോ, ഈ PM ശ്രീയൊക്കെ കൊണ്ടുവന്ന CPI ഉണ്ടല്ലോ അവിടെ, മനസ്സിലായി, ഇലക്ഷൻ്റെ തലേ ദിവസം PM ശ്രീയൊക്കെ വലിയ പ്രശ്നമാക്കി കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, അയ്യോ ഇപ്പം എന്താ സംഭവിച്ചു, ഇപ്പം മിണ്ടാട്ടൊന്നും ഉണ്ടാവില്ല, അയ്യോ ഇപ്പം എല്ലാം പിണറായി വിജയൻ്റെ തലയിലും പിന്നെ ഇടതുപക്ഷ മുന്നണി തലയിലായി. ഇപ്പം PM ശ്രീയെ എടുത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യണം. അല്ല അതൊക്കെ കാരണം ഉണ്ടാവും. ഞാൻ പറയല്ല, ഇപ്പം ഇപ്പം നിങ്ങൾ ശബരിമല ശബരിമല കാരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശബരിമല കാരണം ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നടപടി സ്വീകരിക്കേണ്ടേ, ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിനെ നടപടി സ്വീകരിക്കണം എന്ന് പറയും, ഇത് ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ പോയിട്ടുണ്ട്, ആ നടപടി സ്വീകരിക്കേണ്ടത് ചോദിച്ചാൽ എടുക്കേണ്ടതാണ്, അത് എടുക്കുന്ന നിലപാടാണ്. പക്ഷേ എന്താണ്, അതുപോലെ തന്നെയാണ് ഞാൻ ഈ PM ശ്രീനെ പറയുന്നത്. എന്തൊക്കെ തിരുത്തൽ വരുത്തിയാൽ ഈസിയായി തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ രീതിയിൽ ഭരണവിരുദ്ധ തരംഗമല്ല, തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള തരംഗം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഭരണവിരുദ്ധ തരംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗമല്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഇത് LDF-ന് തിരിച്ചടിയാണ്. അത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ചിലയിടങ്ങളിലെ ഭരണവിരുദ്ധ വികാരമുണ്ട്, നമ്പർ 1. നമ്പർ 2, നമ്മൾ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലുള്ളൊരു കണക്കുകളല്ല LDF-ന് ഗ്രൗണ്ടിലുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം BJP-യുടെ വളർച്ചയാണ്. BJP-യുടെ വളർച്ച കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം BJP അവരുടെ സാന്നിധ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഭരണത്തിലിരുന്ന പന്തളവും പാലക്കാട്ടും അവർക്ക് ഭരണം തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് BJP-യുടെ ഭരണപരാജയത്തിൻ്റെ കാര്യം തന്നെയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇല്ലെങ്കിൽ BJP-ക്ക് കാര്യമായി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇനി 3 കാര്യങ്ങളും പിന്നെ ഉറപ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം. UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി VD സതീശൻ ഒരിക്കൽ കൂടി സ്കോർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. ആദ്യത്തെ കാര്യം വന്നാൽ ഇതെന്തുകൊണ്ടാണ് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു പരാജയമല്ല എന്ന് പറയാനുള്ള കാരണം, തീർച്ചയായിട്ടും 2010-ഉം 2015-ലെയും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കണം. 2015-ൽ ഞാനൊന്ന് ആദ്യം പോകാം. 2015-ലെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.2% മാത്രമാണ്.
ഓർമ്മിക്കണം 0.2%. അതായത് LDFും UDFും നെക്ക് ടു നെക്കാണ്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് പെർസെൻറ്റേജ് അനുസരിച്ച് ആരാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്? 2016 LDFിന് 91 സീറ്റ്. ആരും പ്രിഡിക്റ്റ് ചെയ്യില്ല. 0.2% വ്യത്യാസം മാത്രമേ ഉള്ളൂ. 0.2% വ്യത്യാസമേ ഉള്ളൂ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. തൊട്ടടുത്ത വർഷം നടക്കുന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6% ആ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു. അതായത് നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് പിണറായി സർക്കാർ അധികാരം പിടിക്കുമ്പോൾ 6% വർധനവ്, 91 സീറ്റ്. എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായത്? എങ്ങനെയാ അത് സംഭവിച്ചത്? ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? 2015 ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. 0.2% ഡിഫറൻസ് ഉള്ളൂ LDFിന്. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുമായിരുന്നെങ്കിൽ 0.2% അല്ലല്ലോ റിഫ്ലക്ട് ചെയ്യേണ്ടത്. പക്ഷേ തൊട്ടടുത്ത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. അത് LDFിന് ഗുണമായിട്ട് മാറുന്നു. അപ്പോൾ ആ 0.2 ഡിഫറൻസ് 6% മാറ്റി എന്നുള്ളത് വലിയൊരു കണക്കാണ്. അതുകൊണ്ട് ഇവിടെ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നിയമസഭയിൽ പരാജയപ്പെടണം എന്നൊരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തേത് 2010 വന്നാൽ നോക്കൂ, 2010 വരുമ്പോഴാണ് UDF ഈ 2000 ശേഷം നേടിയ ഏറ്റവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിജയം 2010 അന്ന് 978 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ആ 978 ഗ്രാമപഞ്ചായത്തുകളിൽ 559 ഇടത്ത് UDF ആയിരുന്നു. ഇന്ന് 505 ഇടങ്ങളിലാണ്, ഇപ്പോൾ കണക്ക് വരുന്ന ഈ സമയത്ത് 505 ഇടങ്ങളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 54, അതായത് 2010 അപേക്ഷിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ 54 ഗ്രാമപഞ്ചായത്തുകളിൽ UDF ഇല്ല. ആ കണക്കിൽ 37 ഗ്രാമപഞ്ചായത്തുകൾ മൊത്തം കുറവ് വന്നിട്ടുണ്ട്. 941 അത് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2010 ഗ്രാമപഞ്ചായത്തിനേക്കാൾ കുറഞ്ഞ പെർഫോമൻസാണ് 2025 അന്ന് ജില്ലാ പഞ്ചായത്ത് 8 ഇടങ്ങളിൽ UDF ഉണ്ടായിരുന്നു, 6 ഇടങ്ങളിൽ LDF. ഇപ്പോഴിതാ 7 ഇടങ്ങളിൽ LDF, 7 ഇടങ്ങളിൽ UDF. 2020 ബ്ലോക്ക് പഞ്ചായത്തിൽ 92 ഇടങ്ങളിലായിരുന്നു UDF ഉണ്ടായിരുന്നത്. ഇപ്പോൾ UDF ഉള്ളത് 77 ഇടങ്ങളിലാണ്. മുനിസിപ്പാലിറ്റി 40 ഇടങ്ങളിൽ അന്ന് UDF, ഇന്ന് അത് 54 വർദ്ധിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ 3-2 ആയിരുന്നു, അത് 4-1 ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഒരെണ്ണം NDAക്കാണ് ഇപ്പോൾ കോർപ്പറേഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2010 കണക്കും 2025 കണക്കും കൂടി നമ്മൾ താരതമ്യം ചെയ്താൽ 2010 UDFിന് കിട്ടിയ ഒരു വലിയ തരംഗം 2025 എന്നാൽ 2010 ശേഷം 11 നടന്ന തെരഞ്ഞെടുപ്പിലോ 2010 ഈ 2000 ശേഷം UDFിന് ലഭിച്ച ഏറ്റവും വലിയ മാൻഡേറ്റ് കിട്ടിയ 2010 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ വിജയം പക്ഷേ തൊട്ടടുത്ത വർഷം അതേ രീതിയിൽ UDFിന് ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. 2 സീറ്റിനാണ് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നത്. നോക്കൂ, 559 സീറ്റ് പിടിച്ചെടുത്ത് ഗ്രാമപഞ്ചായത്ത് 559 സീറ്റ് പിടിച്ചിട്ടും തൊട്ടടുത്ത വർഷം UDF അധികാരത്തിൽ വരുന്നത് 2 സീറ്റിന്റെ ബലത്തിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷം തകർന്നുപോയി എന്ന് പറഞ്ഞാൽ കണക്കുകൾ അനുസരിച്ച് നമുക്കിത് പറയാൻ കഴിയില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്, സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗമാണോ എന്ന് ചോദിച്ചാൽ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പറയണം, തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അത് കണ്ടു തന്നെ പോകണം. ഇപ്പോൾ ലൈഫിൽ ചിലയിടങ്ങളിൽ വീടുകൾ കിട്ടാതെ പോയത്, പഞ്ചായത്തുകൾ ചിലയിടങ്ങളിൽ പെർഫോം ചെയ്യാതെ പോയത്, കോർപ്പറേഷനുകളിലെ ചില വാർഡുകളിൽ അഴിമതി, ഇത് തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായി തന്നെ വിലയിരുത്തണം. 3, അങ്ങനെയാണെങ്കിൽ പിന്നെ LDFിന് പരാജയം സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. തന്ത്രത്തിൽ പിഴച്ചുപോയി എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് തേടിപ്പോയ പിണറായി വിജയന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പിണറായി വിജയന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വരുന്നതും, അഥവാ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ കാറിൽ വന്നിറങ്ങുന്നതും, ഒരേ വേദിയിൽ വന്ന് സംസാരിക്കുന്നതും, ഷോൾ ഇട്ട് വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ ബഹുമാനിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതേ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നടത്തി മലപ്പുറത്ത് ഒരു സമുദായത്തെ LDFിൽ നിന്ന് അകറ്റി. ആ വെള്ളാപ്പള്ളി നടേശനെതിരെ പിണറായി വിജയൻ ഒരു വാക്കുപോലും ശബ്ദിച്ചില്ലെന്ന് മാത്രമല്ല, തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ തുടർച്ചയായി നവോത്ഥാന നായകൻ എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ അതേസമയം ആ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് LDFിനൊപ്പം വന്നതുമില്ല. അവിടെയാണ് സ്വർണ്ണപ്പാളിയിലടക്കം ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ ഭൂരിപക്ഷ വോട്ടുകൾ CPM വിരുദ്ധ ഭൂരിപക്ഷ വോട്ടുകൾ പക്ഷേ കോൺഗ്രസിലേക്ക് പോയില്ല, അത് BJPയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതായത്
LDFിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളിലൊന്ന് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ്. അത് ന്യൂനപക്ഷ വിരുദ്ധമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് തുടർച്ചയായിട്ട് ആക്രമണം നടത്തുമ്പോൾ അത് ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ഒരകൽച്ചയുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആ വിവാദങ്ങൾ യഥാർത്ഥത്തിൽ മൊത്തത്തിൽ സർക്കാരിനെതിരെ അഥവാ ഈ LDFിനെതിരെ ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ സഹായിച്ചു. അത് ഭരണവിരുദ്ധ വികാരം എന്ന മട്ടിലല്ല, പകരം നിലവിലുള്ള വിവാദങ്ങൾ LDFിനെ പിന്തുണച്ചിട്ടേയില്ല. കാരണം ഇതിൽ സർക്കാരിന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 2021 പിണറായി വിജയൻ സർക്കാരല്ലല്ലോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ളത്. അത് 2019 നടക്കുന്ന കാര്യമാണ്. 2016 പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡിലായിരുന്നു പത്മകുമാറും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന വാസുവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് ഭരണവിരുദ്ധ വികാരം. നോക്കൂ, അതിദാരിദ്ര്യമുക്ത പദ്ധതി, ഞാൻ ഇപ്പോഴും പറയുന്നു, അതിദാരിദ്ര്യമുക്ത പദ്ധതി ഈ സർക്കാരിൻ്റെ ഏറ്റവും ഉശിരുള്ള പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം പട്ടിണിയില്ലാത്ത മനുഷ്യർ ഈ നാട്ടിലുണ്ടായെങ്കിൽ ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ, തദ്ദേശ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അത് വ്യവസായങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ആരോഗ്യ മേഖലയിലാണെങ്കിലും ശരി, തുടർച്ചയായിട്ടുള്ള റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യത്തിലും സർക്കാർ ബഹുദൂരം മുന്നിലേക്ക് പോയിട്ടുണ്ട്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വാർത്തകൾക്ക് പിന്നാലെ പോകുന്ന അഥവാ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്ന സാഹചര്യത്തിൽ LDFിനെ പിന്തുണച്ചിട്ടില്ല. അപ്പോൾ ഒന്ന്, താഴെത്തട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണവിരുദ്ധ വികാരം ഒരു കാര്യമാണ്. 2, ഈ LDF സർക്കാരിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് സംവിധാനം അമ്പയെ പാളിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണത്തിലേക്ക് അവസാനത്തെ ദിവസങ്ങളിൽ പോയി എന്നുള്ളത് LDFിന് സംഭവിച്ച പാളിച്ചയാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ മാത്രം തുടർച്ചയായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടതിനു പകരം വ്യത്യസ്ത വിവാദങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നു. ഒരു ഭാഗത്ത് സ്വർണ്ണക്കൊള്ള നിൽക്കുന്നു, മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉപയോഗിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ ഒരു ശ്രമം നടത്തി. യഥാർത്ഥത്തിലുള്ള ജനകീയ വിഷയങ്ങളിൽ നിന്ന് LDFിൻ്റെ പ്രചരണം മാറിപ്പോയത് LDFിന് ഈ ഘട്ടത്തിൽ തിരിച്ചടിയായി എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് BJPയുടെ ഈ ഇൻട്രോഡ്സ് ആണ്. തിരുവനന്തപുരത്ത് BJP നല്ല നിലയിൽ മുന്നേറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ 35-ൽ നിന്ന് 15 വാർഡുകൾ അഡീഷണലായിട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയ തിരിച്ചുവരവാണ് തലസ്ഥാനത്ത്. എന്നാൽ പന്തളത്ത് പരാജയപ്പെട്ടത്, പാലക്കാട് ഭരണം നിലനിർത്താൻ കഴിയാഞ്ഞത്, തൃപ്പൂണിത്തുറയിൽ 1-ാം സ്ഥാനത്ത് വന്നു. പന്തളം നഷ്ടപ്പെട്ടെങ്കിലും തൃപ്പൂണിത്തുറയിൽ 1-ാം സ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സ്വപ്നം കാണുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് മാതൃകാപരമായ രീതിയിൽ കേരളത്തിൽ ഒരു LDF UDF സഖ്യമുണ്ടാവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരിക്കുന്നതിൽ നിന്ന് BJPയെ തടയാൻ സാധിക്കും. പാലക്കാട് ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ BJPക്കെതിരെ UDFും LDFും കൈകോർക്കുകയാണെങ്കിൽ 10 വർഷത്തിനു ശേഷം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയെ പ്രതിപക്ഷത്തിലെത്താൻ സാധിക്കും. പന്തളത്ത് LDF ഇതിനകം തന്നെ BJP പ്രതിപക്ഷത്താക്കി മാറ്റിക്കഴിഞ്ഞു. തൃപ്പൂണിത്തറയിലും UDFിൻ്റെയും LDFിൻ്റെയും ഒരു സഖ്യം വരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു മാതൃകയായി സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ. ഇതൊന്നും മൊത്തം നിങ്ങൾ സീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ആകെ 6-7 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ട് മാത്രമാണ് BJPക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തദ്ദേശ വാർഡുകളും കോർപ്പറേഷൻ വാർഡ് മുനിസിപ്പാലിറ്റിയും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താലും നിലവിൽ 6 നിയമസഭയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ ഓർമ്മിക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ആവർത്തനമാവില്ല. ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് VD സതീശൻ്റെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ VD സതീശൻ ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഇതിൻ്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ VD സതീശന് തന്നെ കൊടുക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണ് ചിട്ടയായ പ്രവർത്തനം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും ഇത് മധുരമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നോക്കൂ, VD സതീശൻ വിജയിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഉപതെരഞ്ഞെടുപ്പുകൾ ഓരോന്നായിട്ട് VD സതീശൻ്റെ കാലത്ത് വിജയിച്ചു വരുന്നത് നേരത്തെ ലഭിച്ചിരുന്ന ഭൂരിപക്ഷത്തെ ഇരട്ടിയാക്കിക്കൊണ്ട് വിജയിച്ചു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് VD സതീശൻ പറയുന്നത് വനവാസത്തിന് പോകേണ്ടി വരില്ല എന്നുള്ളത്. പക്ഷേ അതൊക്കെ ഇനി നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വാദം ആവർത്തിക്കുന്നു. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം എന്നതിനും അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ LDF പാളി. UDF വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആ സംഘടനാ സംവിധാനത്തെ ഉപയോഗിച്ചു. ഒരു LDFിനെതിരായിട്ടുള്ള ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ UDFിന് അനുകൂലമായിട്ടുണ്ടായി. അതേസമയം ഭൂരിപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ UDFിനേക്കാൾ LDFിനേക്കാൾ പിന്തുണച്ചിരിക്കുന്നത് BJP ആണ് എന്നുള്ളതാണ്. ഒരു കാര്യമുണ്ട് സാർ, ഈ UDFിൻ്റെ ഇപ്രാവശ്യം ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇപ്രാവശ്യം വലിയ രീതിയിൽ ഈ പറയുന്ന വിവാദത്തിന് പുറകെ പോയിട്ടില്ല കേട്ടോ. എല്ലാവരും വർക്ക് ചെയ്യുന്ന പണിയിലായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും സണ്ണി ജോസഫ് ആണെങ്കിലും സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്നതിൽ പുറകിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. പല സ്ഥലത്തും ഞാൻ പറഞ്ഞ ഇപ്പോൾ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി, പിന്നെ അതുപോലെ തന്നെ എറണാകുളം മുനിസിപ്പാലിറ്റി, ഒരു വർഷം മുന്നേ മുനിസിപ്പാലിറ്റി തിരിച്ചു കൊടുത്ത ബുദ്ധിയൊക്കെ വലിയ ബുദ്ധിയാണ്, അത് ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. യെസ്. അപ്പോൾ ഭരണവിരുദ്ധ തരംഗമോ എന്ന ചോദ്യത്തിന് 4 പേർ യെസ്, ഒരാൾ നോ.